നമ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. ഒരാഴ്ചയായി അടുപ്പിച്ച് വരുന്ന വാട്സപ്പ് ചോദ്യമാണ്. ഞാൻ ഇതിനു മുമ്പ് അത് എപ്പിസോഡായിട്ട് ഇട്ടിരുന്നു. പക്ഷേ ചിലവർക്ക് ന്യൂ വ്യൂവേഴ്സിന് ബാക്ക്ലോഗ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ലോഡ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ചോദ്യം ഇതാണ്: നവഗ്രഹദോഷം അത് നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ പൊടിക്കൈകളോടെ എങ്ങനെ മാറ്റാം? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘടകമാണ് നവഗ്രഹങ്ങൾ. നമ്മുടെ ജനനം തൊട്ട് മരണം വരെയുള്ള സാഹചര്യങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾ, ഓരോ രാശികൾ നമ്മളിൽ ചെലുത്തുന്ന ഭാവങ്ങളാണ് സന്തോഷമായിട്ടും സങ്കടമായിട്ടും പ്രാരാബ്ധമായിട്ട് ഒക്കെ വരുന്നത്. അതിൽ ചിലവർ സന്തോഷിക്കുന്നു, ചിലവർ ആത്മഹത്യക്ക് പോകുന്നു. ഓരോ ശിക്ഷകളാണ് ഓരോ ഗ്രഹങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്നത്. ചിലത് രക്ഷകനായിട്ടും. അപ്പോൾ സിദ്ധന്മാരുടെ രീതി എന്ന് പറഞ്ഞാൽ അവർ ജാതകത്തിൽ വിശ്വസിക്കുന്നവരല്ല. എന്താണോ നമ്മുടെ ഇംഗിതം അത് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സിദ്ധന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ജാതകങ്ങൾ കീറിക്കളയാം. കാരണം അവരുടെ കൈ നമ്മുടെ തലയിൽ വന്നു കഴിഞ്ഞാൽ, അവരുടെ അനുഗ്രഹം നമുക്ക് വന്നു കഴിഞ്ഞാൽ, പിന്നെ ജാതകത്തിൽ എന്തൊക്കെ നമ്മുടെ ജാതകത്തിലുണ്ടോ, വിധിച്ചിട്ടുണ്ടോ, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പിന്നെ അനുഭവിക്കേണ്ടി വരില്ല. എപ്പോഴും ദൈവഭക്തിയോടെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് സിദ്ധന്മാരുടെ അനുഗ്രഹത്താൽ നമുക്ക് ഉണ്ടാവുന്ന മാറ്റം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഒരു കാരണവശാലും നവഗ്രഹങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ പ്രീതി ഉണ്ടെങ്കിൽ ഏഴരശനിയാണോ കണ്ടകശനിയാണോ അതൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇഫ് വി ആർ ഫുള്ളി ട്രൂലി ഇൻവോൾവ്, അത് മതി. അവർ നമ്മളിൽ ഒരു കാരണവശാലും ഒരു ശിക്ഷയും നടപ്പാക്കില്ല. ഈവൻ നമ്മുടെ പൂർവ്വജന്മത്തിലെ ദോഷമാണെങ്കിലും ഈ ജന്മത്തിൽ അവർ നമ്മളെ ശിക്ഷിക്കില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് 9 ഗോമതി ചക്രമാണ്. ഗോമതി ചക്രം ഇപ്പോൾ ഓൺലൈനിലൊക്കെ ധാരാളമായിട്ട് അവൈലബിൾ ആണ്. അത് ഫേക്കൊന്നും ആവത്തില്ല. കാരണം വളരെ നിസ്സാരമായ കാശിൽ കിട്ടുന്നതാണ്. ഈവൻ നമ്മൾ കന്യാകുമാരിയിലൊക്കെ ആണെങ്കിൽ ധാരാളം കിട്ടും. 10 രൂപ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 4 5 ഒക്കെ കിട്ടും. അപ്പോൾ ഓൺലൈനിൽ ഇത് സുലഭമായിട്ട് കിട്ടുന്നതാണ് ഗോമതി ചക്രം. നമ്മൾ 9 ഗോമതി ചക്രങ്ങൾ വാങ്ങിക്കുക. അതിനുശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഗോമൂത്രത്തിലോ അല്ലെങ്കിൽ പനിനീരിലോ കഴുകി നല്ലോണം തുടച്ച് ഒരു തട്ടത്തിൽ, ബ്രാസിൻ്റെ തട്ടത്തിൽ ചുമന്നതോ മഞ്ഞോ പട്ടിൻ്റെ മേലെ നവഗ്രഹങ്ങൾ എങ്ങനെയാണോ അതേപോലെ നടുക്ക് സൂര്യനും ബാക്കിയുള്ള 4 ഗ്രഹങ്ങൾ, അതായത് 8 ഗ്രഹങ്ങളെ വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നവഗ്രഹ പ്രതിഷ്ഠ നമ്മൾ കാണാറുണ്ട്, വണങ്ങാറുണ്ട്. അതേപോലെ നമ്മൾ ഗോമതി ചക്രം ഈ പറയുന്ന തട്ടത്തിൻ്റെ മേലിലുള്ള മഞ്ഞപ്പട്ടിലോ അല്ലെങ്കിൽ ചുമലപ്പട്ടിലോ മേലിൽ വയ്ക്കുക. എല്ലാ ദിവസവും കഴുകിയാൽ ഉത്തമം, ഇല്ലെങ്കിൽ അതേപോലെ വയ്ക്കുക. നമ്മൾ നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ സ്തോത്രമുണ്ട്. പക്ഷേ
അതിനും എളുപ്പത്തിന് ഞാനൊരു മന്ത്രം, നവഗ്രഹ മന്ത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആരോഗ്യം പ്രദാതുനോ ദിനകരാചന്ദ്രോയശോ നിർമ്മലം ഭൂതിം ഭൂമി സുതസുതാംശുതനയാം പ്രജ്ഞാം ഗുരും ഗൗരവം കാവ്യകോമല വാഗ്വില്ലാസമുതലം മന്ദോമുദം സർവദാം രാഹുർബാഹുബലം വിനോദസമനം കേതുർകുലസ്യോന്നതി. ഇത്രയേ ഉള്ളൂ. ഇത് ഒരു 21 പ്രാവശ്യം നിങ്ങൾ പൂജാമുറിയിൽ ഈ പറയുന്ന നവഗ്രഹമായിട്ട് നമ്മൾ തട്ടത്തിൽ വെച്ച് സങ്കല്പിക്കുന്ന ഗോമതി ചക്രത്തിന് മുന്നിൽ നവഗ്രഹങ്ങളെ എല്ലാവരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് 21 പ്രാവശ്യം ദിവസവും നിങ്ങൾ ചൊല്ലുക. അതിനുശേഷം നിങ്ങൾ ജോലിക്കോ അല്ലെങ്കിൽ ബിസിനസ്സോ ചെയ്യാൻ വീടിന് പുറത്തിറങ്ങിയാൽ മതി. എല്ലാ ദിവസവും നിങ്ങൾ ഈ സ്തോത്രം, നവഗ്രഹ സ്തോത്രം മന്ത്രം നിങ്ങൾ ജപിക്കുക. എപ്പിസോഡിന് ലാസ്റ്റായിട്ട് ഞാൻ ആ മന്ത്രം പൂർണ്ണമായിട്ടിടാം, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തതയുണ്ടാവും. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ജ്യോത്സ്യൻ്റെ ആവശ്യമില്ല. മനസ്സോടെ വേണം. നവഗ്രഹങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ ഈ പറയുന്ന മന്ത്രം 21 പ്രാവശ്യം, പറ്റുമെങ്കിൽ വൈകിട്ടും ചൊല്ലുന്നത് നല്ലത്. ഇപ്പോൾ പീഡനം മീൻസ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടുതലുള്ളവരാണെങ്കിൽ വൈകിട്ടും 21 പ്രാവശ്യം ജപിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറ്റം വന്നിരിക്കും. കാരണം ഇത് നമ്മുടെ പൈതൃകമായിട്ടുള്ള മന്ത്രങ്ങളും പൈതൃകമായിട്ടുള്ള നമ്മുടെ തന്ത്രങ്ങളുമാണ്. അത് നമ്മളുടെ ഇന്നത്തെ തലമുറയിൽ അന്യമായി പോകുന്നതിൻ്റെ എല്ലാം നാം കാണുന്നു. ദുരിതങ്ങൾ, എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ, ഡിവോഴ്സുകൾ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മുടെ പഴയ ആ ഭാരതം, അന്ന് താമസിച്ച് ജീവിച്ചിരുന്നവരുടെ സന്തോഷവും ആർഭാടിത്വവും ഒക്കെ നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. നമ്മുടെ സംസ്കാരം, നമ്മുടെ അനുഷ്ഠാനങ്ങൾ. പക്ഷേ ഇന്നത്തെ തലമുറ ചില രീതികൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു. കാരണം ഇങ്ങനെയുള്ള അവസ്ഥകളെ മുതലെടുക്കുന്ന ചിലരുണ്ട്. അവരാണ് ശരിക്കും അന്ധവിശ്വാസങ്ങൾ പറഞ്ഞു പരത്തുന്നത്. നമ്മുടെ വിശ്വാസങ്ങൾ ഒരിക്കലും അന്യനെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ അന്യനെ ചൂഷണം ചെയ്യുന്നതോ അല്ല. നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ ജയിക്കണം, മറ്റുള്ളവനും ജയിക്കണം എന്നുള്ളതാണ്. സർവേ ഭവന്തു സുഖിനഃ എന്നാണ്. അതായത് നമ്മുടെ സനാതനത്തിൻ്റെ ആഗ്രഹം തന്നെ, ആന്തം തന്നെ സ്വയം ഉയർച്ചയും മറ്റുള്ളവർക്ക് ഉയർച്ചയും കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഉയരണം എന്നുള്ളതാണ്. പക്ഷെ ഇന്നതല്ല. ഞാൻ ഉയർന്നാലും മറ്റുള്ളവന് ഉയരാൻ പാടില്ല എന്നുള്ള ഒരു രാക്ഷസീയമായ ഒരു മനസ്സാണ് ഇന്നത്തേത്. കാരണം എന്താ? നമുക്ക് സംസ്കാരങ്ങൾ നമ്മളെ പറഞ്ഞു തന്നിട്ടില്ല. അനുഷ്ഠാനം, ദൈവം എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് പറയൂ, ഞാൻ ദൈവത്തെ ഇന്നലെ കണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവൻ പറയും ചെമ്പരത്തി പൂ വെക്കേണ്ട സമയമായി എന്നുള്ളത്. കാരണം ഭഗവാനെ കാണുന്നു എന്ന് അറിയുമ്പോൾ തന്നെ അത് അന്യമായി പോയ ഒരു സബ്ജക്റ്റാണ്. പൂന്താനം കഴിഞ്ഞ് ഇങ്ങോട്ട് ആരും ഭഗവാനെ നേരിട്ട് ദർശിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ, അതായത് എല്ലാം ഒരു മിത്താണ് എന്നുള്ള ഒരു തലത്തിലേക്ക് ഇന്നത്തെ തലമുറ കാണുന്നു. ശരിയായ ഒരു ഉപാസകൻ, ഇന്ന് ഒരു ഉപാസകൻ എന്ന് പറഞ്ഞാൽ കുറേ രുദ്രാക്ഷവും കുറേ മുണ്ടമാല ഇട്ട് കഴിഞ്ഞാൽ ഉപാസകൻ എന്ന് സമൂഹം അറിയുള്ളൂ. അപ്പോൾ എന്തായി? എല്ലായിടത്തും ഇതൊക്കെ തന്നെ. പക്ഷെ അതെല്ലാം സിദ്ധിയുണ്ടോ, സിദ്ധിയുള്ളവരാണോ എന്ന് പോലും ആർക്കും അറിയില്ല. ഇപ്പം ഇവിടെ വരുന്നവർ തന്നെ ചിലവർ ചോദിക്കാറുണ്ട് കവടി എവിടെ എന്നുള്ളത്.
അപ്പോൾ എല്ലാവരുടെയും ധാരണയാണ് ഈ ഭാവി അറിയണമെങ്കിൽ കബഡി വെച്ചാലേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു 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 എന്താ പറയുക, കണ്ടു വളർന്ന അങ്ങനെയാണ്, കേട്ട് വളർന്ന അങ്ങനെയാണ്. പക്ഷെ നിജമായ ഉപാസന എന്താണെന്നും അതൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഈ ചാനലിലൂടെ സിദ്ധന്മാരുടെ താന്ത്രികം, നമ്മുടെ പഴമ, നമുക്ക് തന്നിട്ടുള്ള പൈതൃകങ്ങൾ നാം വീട്ടുകളിൽ ചെയ്തു കഴിഞ്ഞാൽ മാറ്റം വന്നിരിക്കുമെന്നുള്ളതിന് ഉദാഹരണം കൂടിയാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവാനുണ്ട്, ഭഗവാൻ നമ്മളെ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ആ വഴി അറിയാതെ, നല്ല ഒരു ഗുരുവിനെ അറിയാതെ, അല്ലെങ്കിൽ ഒരു വഴികാട്ടിയെ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് ഭഗവാനെ കണ്ടു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഭഗവാനെ ഞാൻ കണ്ടു എന്ന് നാം ഒരു വ്യക്തിയോട് പറയുമ്പോൾ ആ വ്യക്തി എന്താ പറയുക, നിനക്ക് വട്ടാണ്, അല്ലെങ്കിൽ ചെമ്പരത്തി പൂ വെക്കേണ്ട സമയമായി എന്നൊക്കെ പറയുന്നത്. അത് പാടില്ല. ശരിയായ ഭഗവാനെ നമുക്കെല്ലാവർക്കും ദർശിക്കാൻ പറ്റും. പക്ഷെ നമുക്കവിടെ യാതൊരു തരത്തിലുള്ള കാമനകൾ, ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് പുലർത്തരുത്. നമ്മുടെ മനസ്സിൽ ഭഗവാനെ കാണണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ദിവസങ്ങൾ എങ്ങനെ കാണാം എന്നുള്ളതാവണം. അത് നമ്മുടെ മനസ്സിൽ ഒരു ലോക്കായിട്ട് തന്നെ കിടക്കണം. അപ്പോൾ മനസ്സ് നമുക്ക്, ഉപബോധ മനസ്സ് നമുക്ക് പറഞ്ഞു തരും, ആ വഴി നമുക്ക് കാട്ടിത്തരികയും ചെയ്യും. അതിനാണ് ശരിക്കും ഉപാസകൻ്റെ മനോബലം എന്ന് പറയുന്നത്. ഇപ്പോൾ നർമ്മദാ പരിക്രമണം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഭഗവാൻ ഒരു കേൾവി മാത്രമല്ല, റിയാലിറ്റി ആണെന്നുള്ളത്. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ അനുഭവങ്ങളിലൂടെ, അറിവുകളിലൂടെ ഭഗവാനെ കൂടുതൽ അറിയാനുള്ള മനസ്സ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ സംസാരിക്കുന്ന അരുൺ പ്രഭു ആയിത്തീരുന്നത്. പക്ഷേ നമ്മുടെ ഈ 4 ചുവരിൻ്റെ ഉള്ളിലിരുന്ന് ഭഗവാനെ ഭജിച്ചതുകൊണ്ട് മാത്രം ഭഗവാൻ വരില്ല. അതിന് കുറച്ച് സോഷ്യൽ സർവീസ് ഉണ്ട്. മറ്റുള്ളവരെ, സാധുക്കളെ, ഇപ്പോൾ എനിക്ക് ദീക്ഷ, ഒരു മന്ത്രദീക്ഷ കിട്ടിയത് 1.5 വർഷം എടുത്തു മധ്യപ്രദേശിൽ. അപ്പോൾ ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന ദീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു പ്രശസ്തനായിട്ടുള്ള ഗുരുവാണെന്ന് പറയും. അവിടെ ചെന്ന് നമ്മൾ ദക്ഷിണ കൊടുക്കും, ആ ഗുരു മന്ത്രദീക്ഷ തരും. പക്ഷേ ശരിക്കും ദീക്ഷ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് 1.5 വർഷം എടുത്തു ഒരു മന്ത്രദീക്ഷ മന്ത്രദീക്ഷ കൊടുക്കാൻ തന്നെ. അതുവരെ ആ ആശ്രമത്തിൽ എല്ലാ പണിയും നമ്മളെ കൊണ്ട് ചെയ്യിക്കും. പശുവിനെ കുളിപ്പിക്കൽ, ചാണകം വാരൽ, അങ്ങാടിക്കടയിൽ നിന്ന്, പച്ചമരുന്ന് കടയിൽ നിന്നും, അതേപോലെ ആ ആശ്രമത്തിൽ വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതേസമയം നമ്മൾ കേരളത്തിലെ ആളുകൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം തന്നെ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് വരേണ്ടി വരും. കാരണം അതാണ് ശരിക്കും ഗുരുകുലം എന്ന് പറയുന്നത്. ഗുരു എന്തു പറയുന്നു അത് നമ്മൾ ശിരസാ വഹിച്ച് അത് ചെയ്യുക, ആ സേവയാണത്. പക്ഷെ നമുക്ക് ദീക്ഷ കിട്ടുന്ന സമയത്ത്, മന്ത്രദീക്ഷ ഗുരു തരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഇക്കണ്ട പണിയൊക്കെ നമ്മളെ കൊണ്ട് എടുപ്പിച്ചതിന് ചില ചക്രങ്ങൾ ഉണർത്തുവാനുള്ള ഓരോ പാഠങ്ങളായിരുന്നു എന്നുള്ളത്. ക്ഷമ എല്ലാ ചക്രങ്ങൾക്കും ഒരു ധാരാളമാണ്. ആ ക്ഷമയാണ് ശിഷ്യനെ ആ മന്ത്രദീക്ഷയ്ക്ക് പ്രാപ്തമാക്കുന്നത്.
നമ്മൾ ഓരോ പണികളല്ല അവിടെ ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ ഇൻറ്റേർണൽ ചക്രങ്ങളെ, മൂലാധാരം തൊട്ട് ആജ്ഞാചക്രം വരെയുള്ള ആ ചക്രങ്ങളുടെ ദൃഢത പെടുത്തുക എന്നുള്ളതാണ് ഗുരു ചെയ്തിരുന്നത് എന്ന് നമുക്ക് ആ മന്ത്രദീക്ഷ തരുന്ന സമയത്ത്, ബ്രഹ്മചക്രം അതായത് ബ്രഹ്മനേത്രം ഉണർത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ബ്രഹ്മനേത്രം ഉണർത്തിയാൽ മാത്രമേ ഭഗവാനെ നമുക്ക് ദർശിക്കാനാവൂ. അല്ലാതെ നമ്മൾ ഉപാസന വീട്ടിലിരുന്ന് ചെയ്ത് ഏതോ ഒരു ഗുരു ദീക്ഷ തരുന്നു, മന്ത്രദീക്ഷ തരുന്നു, ആ മന്ത്രദീക്ഷയായിട്ടുള്ള മന്ത്രദേവത നമ്മുടെ ജീവിതത്തിൽ താങ്ങുമോ എന്ന് പോലും നമ്മൾ, അല്ലെങ്കിൽ ആ ഗുരു നോക്കാതെയാണ് ആ മന്ത്രദീക്ഷ തരുന്നതും ആ മന്ത്രദേവതയെ ഉപദേശിക്കുന്നതും. അന്നു തുടങ്ങും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ. ഞാൻ നേരത്തെ എപ്പോഴും പറയാറുണ്ട്, പഞ്ചപാണ്ഡവന്മാരിൽ ദ്രോണാചാര്യർ ഒരിക്കലും അർജുനന് ഗദ കൊടുത്തിട്ടില്ല, ഭീമന് അമ്പും വില്ലും കൊടുത്തിട്ടില്ല. കാരണം ഓരോരുത്തർക്ക് എന്തൊക്കെ ചേരും, ഏതൊക്കെ ദേവതയാണ് ചേരുന്നത് എന്ന് ഗുരു മനസ്സിലാക്കും. അതനുസരിച്ചാണ് ദേവതയും ആയുധങ്ങളും ഒക്കെ പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നതല്ല. തൊട്ടനെ ഇപ്പോൾ നേരെ പോയി അങ്ങോട്ട് പോയി, എനിക്ക് വരാഹി മന്ത്രം വേണം, എനിക്ക് വരാഹി ദീക്ഷ വേണം, എനിക്ക് പ്രത്യംഗിര ദീക്ഷ വേണം, എനിക്ക് വിഷ്ണുമായ ദീക്ഷ വേണം എന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, അതാണ് ഞാൻ പറയുന്നത്, ജാതകത്തിൽ നമ്മുടെയൊക്കെ ഓരോ വ്യക്തിക്കും ഓരോ ഇഷ്ടദേവനുണ്ട്. ആ ഇഷ്ടദേവനെ നമ്മൾ പ്രസാദിച്ചാൽ മതി. അല്ലാതെ ഇന്ന ദേവതയെ പ്രസാദിപ്പിച്ചാലേ ഇന്നത് കിട്ടൂ എന്നുള്ള, നമ്മുടെ ദേവതയ്ക്ക് എല്ലാ തരത്തിലുള്ള ശക്തിയുണ്ട്. ഇപ്പം എൻ്റെ ഇഷ്ടദേവത കൃഷ്ണൻ എന്നിരിക്കട്ടെ, കൃഷ്ണൻ എന്താ ശത്രുക്കളെ ഹനിക്കാൻ അറിയില്ലേ? ഏത് ശാന്തദേവതയാണെങ്കിലും ഏത് ഉഗ്രദേവതയാണെങ്കിലും ചെലുത്തുന്ന ഒരേ ഒരു ഭാവമാണ് നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോവുക. അല്ലാതെ പ്രത്യംഗര ഉപാസിച്ചാൽ മാത്രമേ ശത്രുക്കൾ നശിക്കൂ, അല്ലെങ്കിൽ മഹാലക്ഷ്മി ഉപാസിച്ചാൽ ശത്രുക്കൾ നശിയില്ല, അങ്ങനെയൊന്നുമില്ല. ശാന്തവും ഉഗ്രമൊക്കെ നമ്മുടെ അവസ്ഥയിൽ അവർ മാറുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജാതകത്തിൽ വിധിച്ചിട്ടുള്ള ഇഷ്ടദേവതയെ നാം ഉപാസിക്കുക. അനാവശ്യമായിട്ടുള്ള താന്ത്രിക ദേവതകളെ ഉപാസിച്ച് നമ്മുടെ ജീവിതം കുട്ടിച്ചോറാക്കണ്ട. പിന്നെ താന്ത്രികം, നമ്മൾ ആഗ്രഹമുള്ളവർ താന്ത്രികം പഠിച്ചതിന് ശേഷം നല്ല ഒരു ഗുരുവിൻ്റെ അണ്ടറിൽ, അതായത് ഗുരുക്കന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞു, ശരിക്കായ ഗുരു എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ദീക്ഷ കൊടുക്കില്ല. അവൻ്റെ എല്ലാ ചക്രങ്ങളും സ്ഫുടമായി വന്നതിന് ശേഷം മാത്രമേ ബ്രഹ്മനേത്രം തുറക്കത്തുള്ളൂ, അതായത് മന്ത്രദീക്ഷ തരുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഗുണമുണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു എല്ലാവരും കാണുന്നത് വരാഹി ഉപാസന, അവർ നല്ല രീതിയിൽ ഉയരുന്നു, അങ്ങനെ ധരിക്കണ്ട. നമ്മുടെ ഇഷ്ടദേവൻ പ്രസാദിച്ചാൽ, അതായത് മന്ത്രസിദ്ധി വന്നാൽ നമുക്ക് ഹോമവും ചെയ്യണ്ട, ഏലസും ധരിക്കണ്ട, ഒന്നും ചെയ്യണ്ട. മന്ത്രസിദ്ധി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിൽ വിചാരിക്കുന്നു അത് കാര്യം സാധിക്കും. അപ്പോൾ നമ്മുടെ ഓരോ തെറ്റായ ധാരണകളാണ് നമ്മുടെ സംസ്കാരത്തെ അന്ധവിശ്വാസമായിട്ട് മാറ്റിയിരിക്കുന്നത്. ആ അന്ധവിശ്വാസം നമ്മളിൽ നിന്നും മാറണമെങ്കിൽ ശരിയായ അറിവുകൾ നമ്മളിൽ വന്നു ചേരണം. ആ ശരിയായ അറിവുകൾ നമ്മളിൽ വേണമെങ്കിൽ, വന്നു ചേരണമെങ്കിൽ സത്യമായിട്ടുള്ള ജ്ഞാനം നമുക്ക് വന്നു ചേരണം. അത് പല വഴികളിലാണ്. അതാണ് ഞാൻ പറയുന്നത്, എനർജി പോയിൻറ്റ്സുകൾ നമ്മൾ സന്ദർശിക്കുക, അവിടെ ധ്യാനം ചെയ്യുക, അവർ അനുഗ്രഹിക്കാൻ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കും. അതാണ് സിദ്ധന്മാരെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.
ഓം നമഃ ശിവായ. നർമ്മദേ ഹർ